ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പല ഡേയ്സുകളായിട്ട് ഒരുപാട് നാൾ മുന്നേ ആയിട്ടും പല പല ടൈമുകളിലായിട്ട് ദുബായിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബുർജ് ഖലീഫയാണ്. അപ്പം ബുർജ് ഖലീഫയുടെ ഡേ വ്യൂ ആണിത്. നമ്മൾ കൂടുതലായിട്ട് ബുർജ് ഖലീഫയിൽ പോകുന്നത് നൈറ്റ് ടൈമിലാണ്. അപ്പോൾ വളരെ വിരളമായിട്ട് വളരെ വല്ല സമയത്തൊക്കെ നമുക്ക് ഡേ വ്യൂ കിട്ടാറുള്ളൂ. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ദിവസം തന്നെയുള്ള ഒരു നൈറ്റ് വ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ബുർജ് ഖലീഫയുടെ ഈ ഒരു എന്താ പറയുക വാട്ടർ ഫൗണ്ടെയിനും അതുപോലെ തന്നെ വാട്ടർ ഡാൻസും ഒക്കെ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇതാ വാട്ടർ ഡാൻസ് കണ്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എന്താണ് മ്യൂസിക് വിത്ത് വാട്ടർ ഡാൻസ് ആണ്. അപ്പോൾ എനിക്ക് മ്യൂസിക് കേൾപ്പിക്കാനായിട്ട് നിർവാഹമില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ജസ്റ്റ് വ്യൂസ് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ആ മ്യൂസിക്കോട് കൂടിയിട്ട് ഈ ഒരു വാട്ടർ ഡാൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആ സ്റ്റെപ്പിനനുസരിച്ചിട്ടാണ് ഈ വാട്ടർ ഡാൻസ് ചെയ്യുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത് നേരിട്ട് കാണാൻ പറ്റുന്നവരൊക്കെ നേരിട്ട് വന്ന് കാണുക. എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. ഡേ വ്യൂ വെച്ച് നോക്കുമ്പോൾ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷം ഇതെന്ന് പറയുന്നത് മറ്റ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. വേൾഡിലെ ഏറ്റവും വലിയ അക്വേറിയം എന്ന് വിശേഷിപ്പിക്കുന്ന ദുബായ് മാളിൻ്റെ ഉള്ളിലുള്ള ഒരു അക്വേറിയമാണ്. ലോകത്തിലെ തന്നെ വേൾഡിലെ ലാർജസ്റ്റ് അക്വേറിയം ആണ് നമ്മുടെ ഈ ദുബായ് മാളിലുള്ള ഈ അക്വേറിയം എന്ന് പറയുന്നത്. ഞാൻ വേറെ ഏതോ ഒരു വീഡിയോയിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്, കുറച്ച് മുന്നേ ഉള്ള വീഡിയോയിലാണ്. അപ്പം ഇപ്പോൾ കാണാത്തവരെന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ കാണുക. ഇത് ഓൾറെഡി ഞാൻ ഈ ഒരു അക്വേറിയം ഒക്കെ ചെറിയ രീതിയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പം ഇതെന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് നമ്മുടെ ഷാർക്കും അങ്ങനെയുള്ള സ്മോൾ ഫിഷസ് മുതൽ വെരി ലാർജ് ഫിഷസ് വരെയുള്ള വേൾഡിലെ ലാർജസ്റ്റ് അക്വേറിയമാണ് നമ്മുടെ ഈ അക്വേറിയം എന്ന് പറയുന്നത്. എനിക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ ഒന്നും ഞാൻ എടുത്തില്ല, ജസ്റ്റ് ഒരു സൈഡിൽ മാത്രം. പിന്നെ ഇതെന്ന് പറയുന്നത് മെട്രോയിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേനുള്ള നമ്മുടെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെ ഒരു വീഡിയോ ഇന്നലെ നൈറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ്. നിങ്ങൾ നോക്കിയേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. വേൾഡിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ചെറിയ ഒരു ട്രാവൽ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ കുർഫുഖാനിലെ ഒരു ലാർജസ്റ്റ് ടണലിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ കുർഫുഖാനാണ്. അപ്പോൾ കുർഫുഖാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സൈഡിലും പാറക്കെട്ടുകളും അതുപോലെ തന്നെ ഇങ്ങനെ 4 സൈഡ് നോക്കിയാലും ഈ പാറക്കെട്ടുകളോട് കൂടിയിട്ടുള്ള പാതയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് എൻ്റെ വ്യൂവേഴ്സിനെ ഇത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഞാൻ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ദുബായിൽ തന്നെ UAE തന്നെ അലൈനിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമുണ്ട്. നമ്മൾ നാട്ടിൽ പോയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഫാമിൽ എത്തണം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ഇതൊരു പ്രൈവറ്റ് ഫാമാണ്. പക്ഷേ നമുക്ക് പബ്ലിക്കിന് അലൗഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ ഉള്ളിലേക്ക് കയറും തോറും ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രഷ് എയർ നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രണ്ട് സൈഡിലും
അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ കംപ്ലീറ്റ് ഐറ്റംസും ഇവിടെയുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറും തോറും നമ്മുടെ എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കൂടുതൽ നമുക്ക്. പിന്നെ ഇതെന്ന് പറയുന്നത് ദുബായിലുള്ള ഒരു ലവ് ലേക്ക് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലേക്കാണ്. പിന്നെ ഇത് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു വെക്കേഷനിൽ നമ്മളൊരു സ്റ്റേക്കേഷൻ പോയായിരുന്നു. അപ്പോൾ ആ സ്റ്റേക്കേഷന് പോകുന്ന വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇത്. എനിക്ക് തോന്നുന്നു നമ്മൾ കുർഫുക്കാൻ വഴി പോവുകയാണ് എന്നാണ് എൻ്റെ ഒരു കുറച്ച് മുന്നേ പോയതുകൊണ്ടാണ് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. എന്താണേലും ആ പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിക്കുന്നത്. കണ്ടോ, പാറക്കെട്ടുകളും പിന്നെ ഇത് അത്ര ക്ലിയറായിട്ട് കാണാത്തത് കൊണ്ടാണ് ആ ഒരു സ്മോൾ പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത്. അയ്യോ, നമ്മളിങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ച് കാണുന്ന രീതിയിലാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ആ ചെടികൾ, ചെറിയ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഒരു പോണ്ട് പോലെ വെള്ളക്കെട്ടുകൾ, പാറക്കെട്ടുകൾ, മനോഹരമായിട്ടുള്ള ചെടികൾ, പൂക്കൾ. അപ്പം ഈ ഒരു ഇത്രയും ഡ്രൈ ആയിട്ട് ഉണങ്ങി വരണ്ട് നിൽക്കുന്ന പാറക്കെട്ടുകളിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം പ്ലാന്റ്സ് ആണ് ഈ പാറയുടെ മുകളിലൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അതായത് ചൂട് ഉള്ള കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് കംപ്ലീറ്റും ഇവിടെ നിൽക്കുന്നത്. പിന്നെ അത് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ കുർഫുക്കാൻ പോകുന്ന ഒരു വഴിയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേക്കേഷൻ പോയിരുന്നു. ആ സ്റ്റേക്കേഷന് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു റിസോർട്ട്. അപ്പോൾ ആ റിസോർട്ടിൻ്റെ ഒരു വ്യൂ ആണിത്. ആ റിസോർട്ടിൻ്റെ ചുറ്റുമുള്ള ഇത് കണ്ടോ, നിങ്ങൾ വ്യൂ കണ്ടോ? എന്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നമ്മൾ 2 days സ്റ്റേ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ആ വ്യൂ കണ്ടോ, എത്ര മനോഹരമായിട്ട്. ഞാനിപ്പം വരുന്ന വഴിക്ക് ട്രാവൽ ചെയ്ത് കാണിച്ചല്ലോ, അതുപോലത്തെ തന്നെ ഒരു സ്പോട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തതും. ഇതെന്ന് പറയുന്നത് ദുബായിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുന്ന ഷെയ്ഖ് സായിദ് റോഡ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ ഒന്ന് ചെന്ന് കാണുക. കാരണം വേൾഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ അബുദാബിയിൽ പോയ ഒരു ദിവസത്തെ വിശേഷമാണ്. നമ്മുടെ അബുദാബിയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു UAE തന്നെ ലാർജസ്റ്റ് മോസ്ക് എന്നറിയപ്പെടുന്ന അബുദാബി ഗ്രാൻഡ് മോസ്ക് ആണിത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ ഞാൻ എൻ്റെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബുർജ് ഖലീഫ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെങ്കിൽ ബുർജ് ഖലീഫയുടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോണ്ട് ആണെങ്കിൽ എൻ്റെ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ